നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് LCD ഡിസ്പ്ലേനെ പറ്റിയിട്ടാണ്. ഈ LCD ഡിസ്പ്ലേക്ക് 16 പിന്നുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിനകത്ത് ഓരോ പിന്നുകൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ പിന്ന് VSS എന്ന് പറയുന്ന പിന്നാണ്. അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. രണ്ടാമത്തെ പിന്ന് VCC, അത് 5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. VEE എന്ന് പറയുന്ന പിന്ന് കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ് VEE എന്ന് പറയുന്ന പിന്ന്. അതുപോലെ രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്ന പിന്നുണ്ട്. ഈ രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്ന പിന്നിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ LCDക്കകത്ത് 2 രജിസ്റ്ററുകളുണ്ട്, ഡാറ്റ രജിസ്റ്ററും കമാൻഡ് രജിസ്റ്ററും. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഡാറ്റ ഈ LCDയിലേക്ക് കൊടുക്കും. ഒന്നുകിൽ നമുക്ക് കമാൻഡുകൾ കൊടുക്കാം. കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണത്തിന് കർസർ ഓൺ ആക്കാൻ, അല്ലെങ്കിൽ കർസർ ഓഫ് ആക്കാൻ, അല്ലെങ്കിൽ ഡിസ്പ്ലേ റൊട്ടേറ്റ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള പല ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അതിനൊക്കെ പലതരം കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡ് കൊടുക്കാനുള്ള രജിസ്റ്ററാണ് കമാൻഡ് രജിസ്റ്റർ. നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ഡാറ്റ കൊടുക്കുന്ന രജിസ്റ്ററാണ് ഡാറ്റ രജിസ്റ്റർ. അപ്പോൾ ഈ കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ RS എന്ന് പറയുന്ന പിന്നിലേക്ക് 0 കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡാറ്റ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്ന പിന്നിലേക്ക് 1 കൊടുക്കുകയാണ് ചെയ്യാറ്. റീഡ് റൈറ്റ് പിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ LCDയിലേക്ക് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രൗണ്ട് ചെയ്യാണ് ചെയ്യുക. റീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മളതിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ പിന്ന് ഹൈ ആക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ റൈറ്റിംഗ് ഓപ്പറേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ പിന്ന് ഗ്രൗണ്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. ഈ എനേബിൾ പിൻ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ LCD കമാൻഡോ അല്ലെങ്കിൽ ഡാറ്റയോ സ്വീകരിക്കണമെങ്കിൽ ഈ എനേബിൾ എന്ന് പറയുന്ന പിന്ന് 1 ആക്കിയിട്ട് 0 ആക്കണം. ഒരു ഹൈ ടു ലോ പൾസ് വന്നാൽ മാത്രമേ ഈ LCDയുടെ ഡാറ്റ ലൈനുകളിലുള്ള ഡാറ്റയെ നമ്മളുടെ LCD സ്വീകരിക്കുകയുള്ളൂ. ഈ D0 മുതൽ D7 വരെയുള്ള പിന്നുകൾ വഴിയാണ് നമ്മൾ ഈ ഡാറ്റ മൈക്രോ കൺട്രോളറിൽ നിന്നും LCDയിലേക്ക് പാസ് ചെയ്യുന്നത്. ഈ LED പ്ലസ് അതുപോലെ LED മൈനസ് എന്ന് പറയുന്ന 2 പിന്നുകളും ബാക്ക് ലൈറ്റ്, അതായത് LCDൻ്റെ ബാക്കിൽ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നുകളാണ്. അതിൽ LED പ്ലസ് എന്നുള്ളതിലേക്ക് 5 വോൾട്ട് കൊടുക്കാറാണ്. അതുപോലെ LED മൈനസ് എന്നുള്ളതിലേക്ക് ഗ്രൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അറ്റ്മെഗ 32മായിട്ട് LCD എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ രജിസ്റ്റർ സെലക്ട്, അതുപോലെ റീഡ് റൈറ്റ്, എനേബിൾ, ഈ 3 പിന്നുകളും നമ്മൾ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ റീഡ് റൈറ്റ് എന്ന് പറയുന്ന പിന്നെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ഗ്രൗണ്ട് ചെയ്താലും മതി. പിന്നെ ഡാറ്റ ലൈനുകൾ, 8 ഡാറ്റ ലൈനുകൾ ഏതെങ്കിലും പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക, ഡാറ്റ മൈക്രോ കൺട്രോളിൽ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ LED പ്ലസ് എന്ന് പറയുന്നത് VCCയിലേക്കും LED മൈനസ് എന്നുള്ളത് ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. VSS ഗ്രൗണ്ട് ചെയ്യുക, VCC +5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഈ VE എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് കൺട്രോളാണ്. അതൊരു പൊട്ടൻഷ്യോമീറ്റർ വഴി VCCയിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുന്നതിനനുസരിച്ചിട്ട് LEDയുടെ കോൺട്രാസ്റ്റ് കൂടെ കുറയുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ ഈ ഇതിൽ ഉള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളറിൻ്റെ VCC പിന്നും മൈക്രോ കൺട്രോളറിൻ്റെ ഗ്രൗണ്ട് പിന്നും നമ്മൾ കണക്ട് ചെയ്യണം. റീസെറ്റ് പിൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു റീസെറ്റ് പിൻ കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൽ അറിയാനുള്ളത് LCDയുടെ കമാൻഡുകളാണ്. LCDക്ക് ഡിസ്പ്ലേയിൽ പലതരം ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പല കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ LCD കമാൻഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള കമാൻഡ്സ് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ LCD ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം. ഈ പ്രോഗ്രാമിൽ
ഇവിടെ ഫസ്റ്റ് രണ്ടെണ്ണം ഹെഡർ ഫയലാണ്. പിന്നെ അതുപോലെ രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്ന പിന്ന് നമ്മൾ PC0 പോർട്ട് Cൻ്റെ ഫസ്റ്റ് പിന്നായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എനേബിൾ എന്ന് പറയുന്നത് PC2 പോർട്ട് Cൻ്റെ മൂന്നാമത്തെ പിന്നായിട്ട് നമ്മളവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെ RS എന്ന് കണ്ടാലും PC0 ആയിട്ട് അത് മാറ്റും. അതുപോലെ തന്നെ EN എന്ന് പറയുന്നത് പ്രോഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ PC2 ആയിട്ട് മാറ്റും. ഇനി നമ്മളിവിടെ 2 ഫങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രോഗ്രാമിങ് കുറച്ചും കൂടി ഒന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് കമാൻഡ് കൊടുക്കാനുള്ള ഫംഗ്ഷനാണ്, ഒന്ന് ഡാറ്റ കൊടുക്കാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഈ കമാൻഡ് കൊടുക്കാനുള്ള ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ X എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ ഡാറ്റ വരുന്നത്. ആ വരുന്ന ഡാറ്റേനെ നമ്മളിവിടെ പോർട്ട് D ആണ് ഡാറ്റ ലൈനായിട്ട് ഉപയോഗിക്കുന്നത്. ആ പോർട്ട് Dയിലേക്ക് മാറ്റുക. പിന്നെ ഈ നമ്മൾ കമാൻഡ് വരുന്ന സമയത്ത് എപ്പോഴും ഈ രജിസ്റ്റർ സെലക്റ്റിനെ നമ്മൾ 0 ആക്കണം. ആ 0 ആക്കാനുള്ള ഈ ഇൻസ്ട്രക്ഷനാണ് പോർട്ട് C ആൻഡ് ഈക്വൽ ടു കോംപ്ലിമെൻ്റ് ഓഫ് 1 ഷിഫ്റ്റ് RS. എപ്പോഴും ആൻഡ് ഈക്വൽ ടു കോംപ്ലിമെൻ്റ് എന്ന് കണ്ടാൽ 0 ആക്കാനാണെന്ന് മനസ്സിലാക്കുക. ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ 1 ആക്കാനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പോർട്ട് C ഓർ ഈക്വൽ ടു 1 ലെഫ്റ്റ് ഷിഫ്റ്റ് എനേബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനേബിൾ എന്ന് പറയുന്ന പിന്നെ 1 ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഹൈ ടു ലോ പൾസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു ഡിലേ കൊടുക്കണം. ഡിലേക്ക് ശേഷം നമ്മൾ ആ എനേബിൾ പിന്നിനെ 0 ആക്കണം. ഇനി ഡാറ്റ ഫംഗ്ഷനും ഇതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ രജിസ്റ്റർ സെലക്റ്റിനെ 1 ആക്കുകയാണ് വേണ്ടത്. ഡാറ്റ കൊടുക്കുന്ന സമയത്ത് രജിസ്റ്റർ സെലക്ട് പിന്നെ 1 ആക്കണം. അപ്പോൾ അവിടെ പോർട്ട് C ഓർ ഈക്വൽ ടു 1 ഷിഫ്റ്റ് രജിസ്റ്റർ സെലക്ട് എന്നാണ് വരിക. ബാക്കി എനേബിളിൻ്റെ നേരത്തെ നമ്മുടെ കമാൻഡിൽ ഉള്ള പോലെ തന്നെ ആദ്യം 1 ആക്കണം, പിന്നെ ഒരു ഡിലേക്ക് ശേഷം 0 ആക്കണം. പിന്നെ ചെറിയൊരു ഡിലേ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റിംഗ് ഓപ്പറേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഡിലേ ഫംഗ്ഷൻ കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ 2 ഫങ്ഷൻസ് വെച്ചിട്ടാണ് കമാൻഡും ഡാറ്റയും നമ്മളുടെ LCDയിലേക്ക് കൊടുക്കുന്നത്. ഇനി ഇതാണ് മെയിൻ പ്രോഗ്രാം. ഈ മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉപയോഗിക്കുന്ന 2 പോർട്ടുകളും പോർട്ട് Cയും പോർട്ട് D ആണ് ഉപയോഗിക്കുന്നത്. രണ്ടും ഔട്ട്പുട്ട് പോർട്ടായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കമാൻഡ്സ്, ഇത് LCD ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡുകളാണ്. ഇത് നിങ്ങൾക്ക് ഓർഡറൊക്കെ മാറ്റിയിട്ട് കൊടുക്കാം, അതിന് പ്രശ്നമില്ല. ഞാൻ നേരത്തെ ഇട്ട കമാൻഡുകളുടെ ലിസ്റ്റ് ടേബിൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. അതിൽ 38 എന്ന് പറയുന്ന കമാൻഡ് നമ്മുടെ LCD 2 ലൈൻ LCD ആണ്. 5/7 മെട്രിക്സ് LCD ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഓരോ ക്യാരക്ടറും ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് ഈ 5/7 മെട്രിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 38 എന്ന് പറയുന്ന കമാൻഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 0F എന്ന് പറയുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ആക്കാനും കർസർ ബ്ലിങ്കിങ് മോഡിലാക്കാനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കർസർ ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള കമാൻഡ് മാറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ 01 എന്ന് പറയുന്ന കമാൻഡ് നമ്മുടെ ഡിസ്പ്ലേ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 06 എന്ന് പറയുന്ന കമാൻഡ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടർ അതിൻ്റെ തൊട്ട് വലതുവശത്ത് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി 80 എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേൻ്റെ ഏറ്റവും ഫസ്റ്റ് ലൈനിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് 80 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സെക്കൻഡ് ലൈനിനാണ് വേണ്ടെങ്കിൽ നമുക്ക് C0 എന്നുള്ള കമാൻഡാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ലൈനിൽ തന്നെ രണ്ടാമത്തെ പൊസിഷനിലാണ് വരേണ്ടതെങ്കിൽ നമ്മൾ 81 എന്നുള്ള ഉപയോഗിക്കാം. അപ്പോൾ അത് ഏത് പൊസിഷനിലാണോ വരേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഈ കമാൻഡ് വരുന്നത്. ആദ്യത്തെ പൊസിഷനിൽ ആദ്യത്തെ ലൈനിൽ തന്നെ വേണമെങ്കിൽ നമ്മൾ 80 ആണ് ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു കൗണ്ടറാണ്. ഇവിടെ ഞാനൊരു കൗണ്ടറായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഇത് എംബഡഡ് സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനതിനെ ഒരു ക്യാരക്ടറായിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൺസൈൻ ക്യാരക്ടറായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതൊരു സ്ട്രിങ് ആണ്. സ്ട്രിങ് ഓഫ് 15 എന്ന് പറഞ്ഞാൽ 15 ക്യാരക്ടർ വരെ അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് LCDയിലേക്ക് ഓരോ ക്യാരക്ടേഴ്സായിട്ട് അയക്കാൻ പറ്റുള്ളൂ, ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫോർ i = 0 str(i) എന്ന് പറഞ്ഞാൽ ആദ്യം str(0)ൽ ഇവിടെ ആദ്യത്തെ ക്യാരക്ടർ ഉണ്ടാവും, str(1)ൽ രണ്ടാമത്തെ ക്യാരക്ടർ ഉണ്ടാവും. അങ്ങനെ ഓരോ ക്യാരക്ടറായിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഇനി കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ /0 എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്യാരക്ടറായിരിക്കും /0. അതായത് ഈ സ്ട്രിങ് അവസാനിക്കുന്ന വരെ ഈ ലൂപ്പ്, അതായത് പോയി കഴിയുന്നവരെ ഇവിടെ ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഡാറ്റ ഓഫ് str(i) എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈ ഡാറ്റ ഫംഗ്ഷന് വിളിക്കുകയാണ്. അതിൽ str ആദ്യത്തെ ക്യാരക്ടർ പോവും, പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ പോവും, പിന്നെ മൂന്നാമത്തെ ക്യാരക്ടർ പോവും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ കമാൻഡ് എന്ന് പറയുന്നതും ഈ ഡാറ്റ എന്ന് പറയുന്നതും നമ്മളിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ രണ്ട് ഫങ്ഷൻസിനെ വിളിക്കുകയാണ്. കമാൻഡ് ആണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യണം, ഡാറ്റ ആണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യണം. അത് പല പ്രാവശ്യം എഴുതുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഉള്ളത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം, ഞാനിപ്പോൾ ഇവിടെ AVR സ്റ്റുഡിയോയിൽ ആ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അതിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്താൽ അതിൻ്റെ ഹെക്സ് ഫയലൊക്കെ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ കൊടുത്തിട്ടുള്ളത് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സിമുലേഷൻ എങ്ങനെയാണിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്ക് പ്രോട്യൂസിൽ അതിൻ്റെ കണക്ഷനും അതിൻ്റെ പ്രവർത്തനവും ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മുടെ Atmega 32 എന്ന് പറയുന്ന IC നമ്മളെ പ്രോട്യൂസിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ Atmega 32 മൈക്രോ കൺട്രോളർ IC ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ LCD ഡിസ്പ്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന LCD ഡിസ്പ്ലേ 16:2 LCD ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. ഞാനിവിടെ 16:2 ആൽഫ ന്യൂമറിക് LCD എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് LM016L എന്ന് പറയുന്നതാണ് അതിൻ്റെ നമ്പർ. ആ ഡിസ്പ്ലേ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഓക്കെ അടിച്ചു. നമ്മുടെ സ്ക്രീനിൽ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാം. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്നത് പോർട്ട് 0 ആണ്. ഞാൻ കുറച്ചൊന്ന് അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്നത് പോർട്ട് 0യും അതുപോലെ എനേബിൾ എന്ന് പറയുന്നത് പോർട്ട് C2 ആണ് നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുള്ളത്. ഡാറ്റ ലൈനുകൾ നമ്മൾ പോർട്ട് D ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡാറ്റ ലൈനുകളും നമ്മളിവിടെ കണക്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എല്ലാ ഡാറ്റ ലൈനുകളും 8 ഡാറ്റ ലൈനുകളും കണക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 8 ഡാറ്റ ലൈനുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ഈ റീഡ് റൈറ്റ് എന്ന് പറയുന്ന പിന്ന് ഗ്രൗണ്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ ഞാൻ ടെർമിനൽസ് മോഡ് പോയിട്ട് ഇവിടെ ഗ്രൗണ്ട് കണക്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഗ്രൗണ്ട് കണക്ഷൻ നമുക്ക് കൊടുക്കാം. റീഡ് റൈറ്റ് എന്ന് പറയുന്ന പിന്നെ ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ റൈറ്റിംഗ് ഓപ്പറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, റീഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ VSS VDD VE എന്ന് പറയുന്ന പിന്നെ അത് VSS ഗ്രൗണ്ട് ചെയ്യണം, VDD +5 വോൾട്ട്, VE ഒരു പൊട്ടൻഷ്യോമീറ്റർ വഴി +5 വോൾട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് പ്രോട്യൂസിൽ കൊടുക്കണം നിർബന്ധമില്ല. പ്രോട്യൂസിൽ നിങ്ങൾ സപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഡയഗ്രാം കണക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റീസെറ്റും അതുപോലെ VCC ഗ്രൗണ്ട് Atmega 32 കൊടുക്കണം. നമുക്ക് സിമുലേഷന് അതിൻ്റെ ആവശ്യമില്ല പ്രോട്യൂസിൽ, അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത്. നിങ്ങൾ ഒരു ഹാർഡ്വെയർ റിയലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഞാൻ അതിൻ്റെ പ്രോഗ്രാമുള്ള സ്ഥലം ലൊക്കേഷൻ നേരത്തെ കൊടുത്ത ലൊക്കേഷൻ സെലക്ട് ചെയ്യാണ്.
അതിൻ്റെ ഹെക്സ് ഫയൽ. നേരത്തെ നമ്മൾ AVR സ്റ്റുഡിയോയിൽ എവിടെയാണോ ലൊക്കേഷൻ കൊടുത്തത് അതിൻ്റെ ഡീബഗ് എന്ന് പറയുന്ന ഫോൾഡറിൽ പോവുക. അതിൽ പോയിട്ട് നമ്മുടെ ഹെക്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഹെക്സ് ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹെക്സ് ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു. ഇനി നമുക്കൊന്ന് പ്ലേ അടിച്ച് നോക്കാം. പ്ലേ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ എംബഡഡ് സിസ്റ്റം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി പ്രോഗ്രാമിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തണം. എനിക്കിപ്പോൾ രണ്ടാമത്തെ വരിയിൽ വരുത്തണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാനിവിടെ 80 എന്ന് പറയുന്ന കമാൻഡിന് പകരം ഞാനിപ്പോൾ ഇവിടെ C0 എന്ന് പറയുന്ന ഒരു കമാൻഡ്, അതായത് എനിക്ക് രണ്ടാമത്തെ ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ചെറിയൊരു കമാൻഡിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒന്ന് ബിൽഡ് ചെയ്തു. ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ കണ്ടോ, ഇവിടെ രണ്ടാമത്തെ ലൈനിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും വരുത്താം. വേണമെങ്കിൽ വലത്തേക്കും ഇടത്തേക്കും ഒക്കെ റൊട്ടേറ്റ് ചെയ്യിക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിനനുസരിച്ചുള്ള കമാൻഡ് നമുക്ക് ടേബിളിൽ അവൈലബിൾ ആണ്. അതിനുള്ള കോഡ് നമ്മുടെ പ്രോഗ്രാമിൽ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ റിയലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു LCD ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാംസൊക്കെ നമുക്ക് നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളതിൽ വേണ്ട മാറ്റങ്ങൾ, നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടൻറ്റും അതുപോലെ അതിൻ്റെ പോർട്ട് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും.